കുംഭമേള അവസാനിച്ചുവെങ്കിലും സിന്ധു സൂര്യകുമാർ പറയുന്നത് ഞാൻ കുംഭമേള അവസാനിപ്പിക്കില്ല, കുംഭമേള ഇങ്ങനെ തന്നെ പോകണം. ഇത് പറഞ്ഞ് സിന്ധു സൂര്യകുമാർ ഇപ്പോൾ എയറിലാണ്. കാരണം സിന്ധു എന്താണ് പറഞ്ഞതെന്ന് സിന്ധു സൂര്യകുമാറിന് പോലും അറിയില്ല. സെലിബ്രിറ്റി മാധ്യമപ്രവർത്തകയാണ് സിന്ധു സൂര്യകുമാർ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. മുതലാളി രാജീവ് ചന്ദ്രശേഖർ ക്ഷമിച്ചു, ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി പറയുമ്പോൾ ഒന്ന് നോക്കി കണ്ടുമൊക്കെ പറയണം, ഞാനും ഈ പാർട്ടിയിലുള്ളതാണെന്നുള്ള ഓർമ്മ വേണം. പക്ഷെ കുറേ കാലങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് എഡിറ്റഡ് ആടിച്ച് നീലം പരിശാക്കിയ ഒരു സിന്ധു സൂര്യകുമാരുണ്ട്. സിന്ധുവിന് ഓർമ്മയില്ലെങ്കിൽ പാർത്തനെന്ന് ഓർമ്മിപ്പിക്കും. തീർച്ചയായിട്ടും. കാരണം ധന്യ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ കുംഭമേളയൊക്കെ കഴിഞ്ഞ് UP സർക്കാർ യോഗി ആദിത്യനാഥൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആളുകളെല്ലാം പോയി അവർക്ക് ഓണറേറിയം പ്രഖ്യാപിച്ചു. എന്നിട്ടും കേരളത്തിൽ കുംഭമേളയ്ക്ക് ഒരു പ്രശ്നവുമില്ല. CK വിനീതിൻ്റെ ചൊറിച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. മറുഭാഗത്ത് CK വിനീതിൻ്റെ ചൊറിച്ചിലിനൊപ്പം തന്നെ കുംഭമേളയ്ക്ക് പോകാത്ത സിന്ധു സൂര്യകുമാറിന് എക്സ്ട്രാ ചൊറിച്ചിൽ വന്നിരിക്കുന്നു. അത് ഏത് സോപ്പ് തേച്ചത് കൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആരോ സിന്ധു സൂര്യകുമാറിന്, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി മുങ്ങാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. അപ്പോൾ അവിടുത്തെ വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാനിൽ ഏതോ വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വെള്ളം വെച്ച് കുളിച്ചിട്ടുള്ള ചൊറിച്ചിലാണിത്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. സംഭവം അതാണ് ഈ കാണിക്കുന്നത്. എന്തായാലും സിന്ധു സൂര്യകുമാർ ഈ നിലയ്ക്ക് ഒരു കാര്യം അവരെ വില അവരായിട്ട് തന്നെ ഇല്ലാതാക്കി. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ലേഡി ആയിരുന്നു അവരുടെ വില അവർ തന്നെ ഇല്ലാതാക്കി എന്നുള്ള. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം വിളിച്ചു പറയുക, എന്തും എനിക്ക് വിളിച്ചു പറയാമെന്നുള്ള ധാരണയിലല്ലേ ഇവർ സംസാരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിന്ധു സൂര്യകുമാർ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചേ പറ്റുള്ളൂ എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് സിന്ധു സൂര്യകുമാർ ഇങ്ങനത്തെ സംസാരിച്ചപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്താനും എന്തെങ്കിലും തരത്തിൽ അവരെ ആക്രമിക്കാനും അവരെ വഴിയിൽ തടയാനും അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനൊന്നും ആരും പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. ഇവിടെ സംഘപരിവാർ പ്രവർത്തകർ പോയിട്ടില്ല, ഇവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ പോയിട്ടില്ല. സഹിഷ്ണുതയുണ്ട്. കാരണം ഇങ്ങനെയൊന്നും വിമർശിച്ചാലൊന്നും തകർന്നു പോകുന്നതല്ല ഇത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. രണ്ടാമത്തത്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ സിന്ധു സൂര്യകുമാർ അവരുടെ ഈ പറയുന്ന കവർ സ്റ്റോറിയിൽ തന്നെ ഒരു കാര്യം ചെയ്തപ്പോൾ ആ കവർ സ്റ്റോറി പിടിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ സഖാക്കൾ സിന്ധു സൂര്യകുമാറിനെ സൈബർ ലോകത്തിട്ട് ആക്രമിച്ചു. വലിയ രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് തന്നെ ആക്രമിച്ചു. അവർ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത കാര്യത്തിൽ പോലും അവർക്ക് കാര്യമായിട്ട് ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നു. അതും ഒരു രാഷ്ട്രീയപരമായ വിമർശനം ഉന്നയിച്ചത്. രണ്ടാമത്തത്, യൂത്ത് ലീഗിൻ്റെ കാര്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. നമുക്ക് കുറച്ച് ചരിത്രം തികഞ്ഞു പോകേണ്ടി വരും. ഏകദേശം എനിക്ക് തോന്നുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഇവരെ ഒരു റിപ്പോർട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ കയറിയ സമയത്താണ്. അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കയറുന്നു, റിപ്പോർട്ടറായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് പല പരിപാടികളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരുമല്ലോ. അപ്പോൾ തന്നെയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം, നമ്മളൊക്കെ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് വരികയാണ്. ലീഗിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് വരികയാണ്. അങ്ങനെ ഈ ലീഗിൻ്റെ പ്രതിഷേധ മാർച്ച് വന്നു. അവിടെ വലിയ പ്രതിഷേധമുണ്ടായി, സംഘർഷത്തിലേക്ക് പോയി. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ സുരക്ഷിതമായ പ്രദേശമാണ്, ആലോചിക്കണേ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു UDF സർക്കാരാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയാണ് അതിൻ്റെ UDF ഭരിക്കുമ്പോൾ എപ്പോഴും ലീഗായിരിക്കുമല്ലോ. അപ്പോൾ ഈ നമ്മുടെ ദേശീയ പതാക ഒരു ഭാരതീയൻ എപ്പോഴും വളരെയധികം സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു സാധനമാണ്, ഒരു സംഭവമാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത്. ആ ദേശീയ പതാക വൈകുന്നേരം 5 മണിക്ക് മുകളിൽ ആ ദേശീയ പതാക എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനെതിരെ കേസാണ്. അതാണ് ദേശീയ പതാകയുടെ ഒരു മഹത്വം എന്നുള്ളത്. ആ ദേശീയ പതാക അവിടെ നിന്ന് വലിച്ച് താഴത്തേക്ക് വെക്കുകയും എന്നിട്ട് ഇവരുടെ കൊടി ദേശീയ പതാകയ്ക്ക് പകരം കെട്ടുകയും ചെയ്തു ഈ ആളുകൾ. അവരുടെ ബോധം എത്രത്തോളം ഉണ്ടെന്ന് അപ്പം മനസ്സിലാക്കാം. അത് റിപ്പോർട്ട് ചെയ്തു സിന്ധു സൂര്യകുമാർ. ആ സിന്ധു സൂര്യകുമാറിനത് റിപ്പോർട്ട് ചെയ്തതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർക്ക് അടി കിട്ടി, തലങ്ങും വിലങ്ങും അടി കിട്ടി. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ യൂത്ത് ലീഗുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ശേഷം ആ അടി കൊണ്ട് മൃതപ്രായയായി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുക എന്ന് പറയുമല്ലോ. അങ്ങനെ ഒരവസ്ഥയിലെത്തിയിട്ട് അതിലൊരു കേസ് കൊടുത്തിട്ട് അതിലൊരു കേസ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇവർക്കൊരു നീതി പോലും കിട്ടിയിട്ടില്ല. അന്ന് ഈ പറയുന്ന കുറേ പൊളിറ്റിക്കൽ നേതാക്കന്മാർ ഇടനില നിന്നുകൊണ്ട് ആ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ചെയ്തത്. അതേ സിന്ധു സൂര്യകുമാർ ഇന്ന് RSSനെയോ BJPയോ നരേന്ദ്രമോദിയെയോ എന്താ പറയുക നായികയ്ക്ക് 40 വട്ടവും വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴും സിന്ധു സൂര്യകുമാറിനെതിരെ ഒരു ആക്രമണവും ഇവിടെ നടക്കുന്നില്ല. അതവിടെ മാറ്റിവെക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന് നേരെയാണ്. RSSൻ്റെയോ BJPയുടെയോ മോദിയുടെയോ ഒന്നും ഉത്സവമോ ചടങ്ങോ അല്ല കുംഭമേള, ഹിന്ദുവിൻ്റെ ചടങ്ങാണ് കുംഭമേള. ആ ഹിന്ദുവിൻ്റെ ചടങ്ങിനെ ഒരു ഉളുപ്പുമില്ലാതെ ഏഷ്യാനെറ്റ് പോലുള്ളൊരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അതിനെ ഒരു മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ നികൃഷ്ടമായ പരിപാടി ഇവിടെയുള്ള ഹിന്ദു സമാജത്തെ, സനാതനധർമ്മ വിശ്വാസികളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയാമോ എന്ന് അവർക്കറിയില്ല എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. കുറേ ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാനായി ഭൂരിപക്ഷത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇവരെ സത്യത്തിൽ പുറത്താക്കേണ്ടതല്ല. ഇതല്ല മാധ്യമ പ്രവർത്തകനെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ പുറത്താക്കലിലൂടെയല്ലേ? സത്യത്തിൽ കൃത്യമായ നടപടിയെടുക്കണം. ആര്? രാജീവ് ചന്ദ്രശേഖരൻ ഇതിൻ്റെ മുതലാളിയായിരിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഈ കൃത്യമായ നടപടി ഈ കാര്യത്തിലെടുത്ത് ഒരു സസ്പെൻഷനെങ്കിലും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതല്ലായിരുന്നോ? പകരം രാജീവ് ചന്ദ്രശേഖർ വിശാലമായൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. BJPയുടെ മുൻ IT സഹമന്ത്രിയായിട്ടുള്ള, കർണാടകയിൽ നിന്ന് BJPയുടെ MP ആയി വിജയിച്ചിട്ടുള്ള, തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കുകയും ഇവിടെ പ്രവർത്തന കേന്ദ്രമാക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി BJPയോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ, അയാൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിഭാഗത്തോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ, ഭാരതത്തോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ പുള്ളി എന്താണ് ചെയ്യേണ്ടത്? നടപടിയെടുക്കാൻ പറയുകയായിരുന്നു വേണ്ടത്. അതിന് പകരം മുതലാളി കരുണാമയനായ മുതലാളി തൻ്റെ എളിമയുള്ള ജോലിക്കാരിയോട് വിനീതമായി ക്ഷമിച്ചിരിക്കുന്നു. ആശാൻ ശിഷ്യനോട് ക്ഷമിച്ചിരിക്കുന്നു. ആശാൻ മറ്റേ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഇത് രാംജി റാവു സ്പീക്കിങ്ങിൽ പറയുന്നുണ്ട്, ആശാന്റെ കാൽ തല്ലി ഒടിച്ചു, ആന്റണി മന്ത്രിപദം രാജിവെച്ചു. ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. ആരാണോ പറഞ്ഞത് താൻ ക്ഷമിച്ചെന്ന്? ഇവിടെ അങ്ങനെയല്ല, പത്രത്തിൽ വരെ വന്നു ക്ഷമിച്ചെന്ന്. അതുപോലെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ക്ഷമിച്ചത്, രാജീവ് ചന്ദ്രശേഖരനോട് സത്യം പറയുകയാണെങ്കിൽ വലിയ വിയോജിപ്പാണുള്ളത്. ഇദ്ദേഹം ഇങ്ങനെ നിലപാടെടുക്കേണ്ട ഒരാളല്ല. കാരണം കൃത്യമായി തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് നിലപാടെടുത്ത് പോകേണ്ട ആളാണ്. തെറ്റ് ചെയ്താൽ അത് സിന്ധു സൂര്യകുമാർ ആയാലും ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കണം. നുപൂർ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇസ്ലാമിക അവഹേളനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നുപൂർ ശർമ്മയ്ക്കെതിരെ അതിഭീകരമായ സൈബർ ആക്രമണം ഉണ്ടായി. എന്താ അവർ ചെയ്ത തെറ്റെന്നറിയോ? ഈ ഖുറാനിലുള്ള 2-3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന 2-3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അത് ഇസ്ലാമിനെ അവഹേളിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വലിയ വിമർശനം ഉണ്ടായി. അവരിപ്പോഴും കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുക. സെക്യൂരിറ്റി ഉണ്ട് അവർക്ക്. എന്താ കാര്യം? അവരെ വധിക്കുന്നതാണ് ഭീഷണി, അവരെ കൊല്ലുന്നതാണ് ഭീഷണി. കുംഭമേളയ്ക്ക് പോയ സമയത്ത് പോലും അവർക്ക് സെക്യൂരിറ്റി കൊടുത്തു. ഈ അവസ്ഥയിലാണ് നുപൂർ ശർമ്മ ജീവിക്കുന്നത്. ആ നുപൂർ ശർമ്മ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പച്ചയ്ക്ക് ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഒരു കാര്യത്തെ അവഹേളിച്ച സിന്ധു സൂര്യകുമാറിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല. നുപൂർ ശർമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആലോചിക്കണം. ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖറായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ഒരു മാപ്പിലൂടെ ഒഴിവാകുകയാണ്. മാപ്പ് പറഞ്ഞു എന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇനി ഇങ്ങനെ അതെ ഇങ്ങനെ ഒരു കാര്യം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ്. ആരോട്? സിന്ധു സൂര്യകുമാറിനോട് പറഞ്ഞു, സിന്ധു ദയവായി നീ ഇനി മുതൽ പറയുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് പറയണേ, ഞാനല്ലേ ഇതിന്റെ മുതലാളി, ആ ഒരു പരിഗണനയൊക്കെ തരണ്ടേ, എനിക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടേ. ആ പരിഗണന സിന്ധു കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പുല്ല് വില പോലും സിന്ധു സൂര്യകുമാർ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കളെ അവഹേളിച്ച ഇപ്പോൾ ഈ മറ്റേതെങ്കിലും സമുദായക്കാരായിരുന്നെങ്കിൽ ഈ ചാനലുകളെല്ലാം ഇന്ന് പിന്നെ എന്താ പറയുക, ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും BJP നേതാക്കൾ മറ്റേതെങ്കിലും ഒരു സമുദായത്തെ അവഹേളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്നീ ചാനലുകളെല്ലാം അവരെ എടുത്തിട്ട് ആലക്ക് മറിച്ചേനെ. ഇവിടെ ഹിന്ദുക്കളെ സിന്ധു തൊട്ടിട്ട് സിന്ധുവിനെതിരെ ഒരു വാക്ക് പറയാൻ പോലും ഹിന്ദുക്കൾ പറയാത്തത് എന്തുകൊണ്ടാണ്? സിന്ധു ഒന്നുമല്ല അവർക്കിടയിൽ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ്. നീ ഇപ്പോൾ പറയുമല്ലോ, വഴി പോണ പല പട്ടികളും കുരയ്ക്കും. അത് ആ കുരയ്ക്കുന്ന പട്ടിയെ കല്ലെറിയാൻ നമ്മൾ പോവേണ്ട കാര്യമില്ല. വാഴയ്ക്കുമ്പോൾ കുരയങ്ങ് നിർത്തിക്കോളും. അതുപോലെയാണ് ഹിന്ദുക്കളെ പറയുന്നവർ കുരച്ചോ, എത്ര വേണമെങ്കിലും കുരച്ചോ, കഴിക്കുമ്പോൾ കുരപ്പ് നിർത്തും. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടും സിന്ധു സൂര്യകുമാറിനെതിരായിട്ടും ഈ ഇവിടെയുള്ള BJPയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അവരുടെ പ്രതിഷേധം അറിയിക്കണം. മാത്രമല്ല ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം അവരെ അറിയിക്കുക.
അതായത് അത് പറഞ്ഞതെല്ലാം ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ സിന്ധു സുരേകുമാറിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ വെച്ചു എന്ന് പറഞ്ഞ് വരണ്ട. ഞാൻ പറഞ്ഞത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. നമുക്ക് ന്യായമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അത് എഴുത്തിലൂടെ ആ കാര്യങ്ങൾ, അല്ലാതെയുള്ള പ്രതിഷേധം അല്ല ഉദ്ദേശിച്ചത്. തീർത്തും ന്യായമായിട്ടുള്ള, തീർത്തും ഭരണഘടനാനുസൃതമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അവരെ അറിയിക്കുക തന്നെ വേണം. ഒന്നുമില്ലെങ്കിലും ഹിന്ദുവിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹിന്ദു പരാതിയെങ്കിലും കൊടുക്കണം പോലീസിൽ. തീർച്ചയായിട്ടും.